Good afternoon, everyone. Today, we are going to continue with orthopedics. During the last class, we have studied about what is orthopedics, what is fracture, dislocation, subluxation, etc. Right? So, today, we'll continue with some other topics of orthopedics. Sprain and strain. നിങ്ങൾ സ്പ്രെയിൻ എന്നും സ്ട്രെയിൻ എന്നും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതോ ആദ്യമായാണോ? ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമാണെങ്കിലും ശരി, ഇഞ്ചുറി ഉണ്ടാകുന്ന സ്ഥലത്തിനുള്ള വ്യത്യാസം ഒരേപോലെയല്ല. ഓക്കെ, സ്പ്രെയിൻ SPRAIN, സ്ട്രെയിൻ STRAIN. ഡോണ്ട് കൺഫ്യൂസ്. പഠിക്കുന്ന സമയത്ത് വ്യക്തമായ ധാരണയോടുകൂടി പഠിച്ചാൽ പിന്നെ സംശയം ഉണ്ടാവില്ല. ഓക്കെ, സോ സ്പ്രെയിൻസ് ആൻഡ് സ്ട്രെയിൻസ് ബോത്ത് റെഫർ ടു ഡാമേജ് ടു ദ സോഫ്റ്റ് ടിഷ്യൂസ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ സോഫ്റ്റ് ടിഷ്യൂസിന് ഉണ്ടാവുന്ന ഇഞ്ചുറീസ് ആണ് സ്പ്രെയിനും സ്ട്രെയിനും ഒക്കെ. നമ്മുടെ ഹാർട്ട് ടിഷ്യൂ ആയ ബോണിന് ഉണ്ടാവുന്ന ഇഞ്ചുറിയാണ് എന്ത്? ഫ്രാക്ചർ. പിന്നെ ഡിസ്ലൊക്കേഷനും സബ്ലൊക്കേഷനും ഒക്കെ ബോണിനാണ് വരുന്നത്. പക്ഷേ സ്പ്രെയിനും സ്ട്രെയിനും സോഫ്റ്റ് ടിഷ്യൂസിനാണ് വരുന്നത്. ബോൺ എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് ടിഷ്യൂ ആണ്. സോ ഏതൊക്കെയാണ് സോഫ്റ്റ് ടിഷ്യൂസ്? ലിഗമെന്റ്സ്, ടെൻഡൻസ്, മസിൽസ്, അങ്ങനെയുള്ള സോഫ്റ്റ് ടിഷ്യൂസിന് വരുന്ന ഇഞ്ചുറിക്കാണ് സ്പ്രെയിൻ എന്നും സ്ട്രെയിൻ എന്നും ഒക്കെ പറയുന്നത്. ദേ ആർ കോമൺ ഇഞ്ചുറീസ് ദാറ്റ് ഷെയർ സം സിംറ്റംസ് ബട്ട് അഫക്ട് ഡിഫറെൻറ്റ് ബോഡി പാർട്സ്. വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ സിംറ്റംസ് ഒക്കെ ഏകദേശം ഒന്നായിരിക്കും. വേദന, സ്വെല്ലിങ്, പിന്നെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത പ്രയാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും സ്ട്രെയിൻ ആയാലും സ്പ്രെയിൻ ആയാലും. പക്ഷേ ഡിഫറെൻറ്റ് ബോഡി പാർട്സിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് കാല് സ്പ്രെയിനായി എന്നൊക്കെ പറയില്ലേ, കാല് പടം മറിഞ്ഞ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല നിങ്ങൾ? ഓക്കെ, സോ ഇതിൻ്റെ മേജർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം, ചെറിയ രീതിയിലാണെങ്കിൽ. ഫസ്റ്റ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ. പക്ഷേ തേർഡ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമ്മളത് മെഡിക്കലി ട്രീറ്റ് ചെയ്യേണ്ടി വരും. സ്പ്രെയിൻ ഈസ് ആൻ ഓവർ സ്ട്രെച്ച്ഡ്, ടോൺ ഓർ ട്വിസ്റ്റഡ് ലിഗമെന്റ്. ഒരു ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജോയിന്റിലെ രണ്ട് ബോണുകളെ തമ്മിൽ ഘടിപ്പിക്കുന്ന ഒരു ടിഷ്യൂ ആണ് ലിഗമെന്റ്. അത് ഒന്നുകിൽ ഓവർ സ്ട്രെച്ച് ആവുക, അല്ലെങ്കിൽ ട്വിസ്റ്റ് ആവുക, ടോൺ പൊട്ടിപ്പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇഞ്ചുറിക്ക് പറയുന്ന പേരാണ് സ്പ്രെയിൻ. ക്ലിയർ? എ ലിഗമെന്റ് ഈസ് ടഫ് ബാൻഡ് ഓഫ് എ ഫൈബ്രസ് ടിഷ്യൂ ദാറ്റ് കണക്ട്സ് ബോൺസ് ടു അതർ ബോൺസ് ഓർ കാർട്ടിലേജ്. ഒരു ബോണും വേറൊരു ബോണും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിനാണ് ജോയിന്റ് എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് ലിഗമെന്റ്സ് ആർ യൂഷ്വലി ലൊക്കേറ്റഡ് അറൌണ്ട് ദി ജോയിന്റ്സ് ആൻഡ് കോമൺലി സ്പ്രെയിൻഡ് ഏരിയാസ് ഇൻക്ലൂഡ് റിസ്റ്റ്. നമ്മൾ കുറേ സമയം പിന്നെ ഇത് മൊബൈൽ പിടിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ, നല്ല വെയിറ്റ് ഉള്ളൊരു സാധനം അനങ്ങാതെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് എന്താവും? ഓവർ സ്ട്രെച്ച് ആയിട്ട് സ്പ്രെയിൻ വരും. റിസ്റ്റിലുള്ള ലിഗമെന്റ്സിന് ആംഗിൾ, കാലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് പോയാൽ, തമ്പ്, നീസ്, ഇവിടെയൊക്കെയാണ് കോമൺ ആയിട്ട് സ്പ്രെയിൻ ഉണ്ടാവുക. എ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഓവർ സ്ട്രെച്ച്ഡ്, ടോൺ ഓർ ട്വിസ്റ്റഡ് ടെൻഡൺ ഓർ മസിൽ. മസിലിനോ അല്ലെങ്കിൽ ടെൻഡനോ എന്തെങ്കിലും ഓവർ സ്ട്രെച്ച് ആവുകയെ, മുറി, പിന്നെ എന്താ പറയുക, ടോൺ ആവുകയെ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ, ടെൻഡനോ മസിലോ ആണെങ്കിൽ സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ടഫ് കോഡ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ ദാറ്റ് കണക്ട് മസിൽസ് ടു ദി ബോൺസ്. മസില് ബോണായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഫൈബ്രസ് ടിഷ്യൂയുടെ പേരാണ് ടെൻഡൻ. കോമൺലി സ്ട്രെയിൻഡ് ഏരിയാസ് ഇൻക്ലൂഡ് ലെഗ്, നീ, ഫീറ്റ് ആൻഡ് ബാക്ക്. അപ്പോൾ സ്ട്രെയിൻ എന്താണ്, സ്പ്രെയിൻ എന്താണെന്ന് ക്ലിയർ അല്ലേ? സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ ഓവർ സ്ട്രെച്ച്ഡ്, ടോൺ ഓർ ട്വിസ്റ്റഡ് ലിഗമെന്റ് ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഓവർ സ്ട്രെച്ച്ഡ്, ടോൺ ഓർ ട്വിസ്റ്റഡ് ടെൻഡൻ ഓർ മസിൽ ആണ്. ഓക്കെ, ആൻഡ് എ സ്പ്രെയിൻ യൂഷ്വലി ഹാപ്പൻ സഡൻലി അറൌണ്ട് എ ജോയിന്റ്. പെട്ടെന്നാണ് കാല് പടം മറിയൽ, പെട്ടെന്നല്ലേ? നമ്മൾ ഒരു അൺഈവൻ സർഫസിലൂടെ നടക്കുന്ന സമയത്ത്. സിംറ്റംസ് മേ ബി മൈൽഡ് ഓർ സിവിയർ അക്കോർഡിംഗ് ടു ഹൗ മെനി ടിഷ്യൂ ഫൈബേഴ്സ് ആർ എഫക്റ്റഡ്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെ മൈൽഡ്, പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ടിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഡിവിഷൻസ് ഒക്കെ ഉണ്ട് അതിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച്. ഓക്കെ, സോ കോമൺ സിംറ്റംസ്
pain, swelling, bruising, limited movement around the joint, and inability to put weight on a joint or use it normally, and a popping sensation at the time of the injury. ഒരു ടക്ക് പോപ്പിംഗ് ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും, എന്തോ ഒന്ന് സ്ഥാനം തെറ്റിയ പോലെ, എന്തോ ഒരു വലിഞ്ഞ പോലെയുള്ളൊരു ഫീലിംഗ് ഇഞ്ചുറി ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവും. ഓക്കെ, പിന്നെ വേദന ഉണ്ടാവാം, വീക്ക് ഉണ്ടാവാം, ബ്രൂസിങ് ഉണ്ടാവാം, പിന്നെ ആ ജോയിന്റിൽ ആ പറ്റിയ സ്ഥലത്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം വേദന കൊണ്ട്. ആ ജോയിന്റിൽ വെയിറ്റ് ബെയർ ചെയ്യാനും പറ്റില്ല. എന്തുകൊണ്ടാ? വേദന തന്നെ. ക്ലിയർ അല്ലേ? Then a strain can also occur suddenly, but it may develop over time. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കാം, പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കാരണം സംഭവിക്കാം. കുറേ സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൊബൈൽ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസിൽ സ്ട്രെയിന് ഉണ്ടാവും. കുറേ സമയം കയ്യിലിട്ട് അല്ലെങ്കിൽ മൊബൈലല്ല ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കുറേ സമയം ഒരേ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താവും? ഓവർ യൂസ് കാരണമുള്ള സ്ട്രെയിന് മസിൽസിന് ഉണ്ടാവാം. ഇതിന്റെ സിംറ്റംസും മോറോലെസ് സെയിം ആണ്. പെയിൻ ഓർ ടെൻഡർനെസ്. ടെൻഡർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ടെൻഡർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന. പെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. ടെൻഡർനെസ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ അല്ലെങ്കിൽ നമ്മൾ ആ വേദനയുള്ള ഭാഗത്ത് തൊടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫീലിംഗ്, പെയിനാണ് ടെൻഡർനെസ് എന്ന് പറയാം. സ്വെല്ലിംഗ് ഉണ്ടാവും, ബ്രൂയിസിങ് ഉണ്ടാവും, മസിൽ സ്പാസം ഉണ്ടാവും ഓർ ക്രാമ്പിങ്. മസിൽ എന്താ പറയുക, ടൈറ്റ് ആവും അവിടെ, ആ ഏരിയയിൽ ഒരു പ്രൊട്ടക്റ്റീവ് സ്പാസം ഡെവലപ്പ് ചെയ്യും. പിന്നെ മസിൽ വീക്ക്നെസ് ഉണ്ടാവും. ദെൻ ലിമിറ്റഡ് മൂവ്മെന്റ് ഇൻ ദ ഏരിയ. ഇതൊക്കെയാണ് സ്ട്രെയിനിന്റെ സിംറ്റംസ്. സ്ട്രെയിനും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്തും പഠിക്കുക കേട്ടോ. കോസസ് ഓഫ് സ്ട്രെയിൻ. The most common causes of strain are falling, twisting, or experiencing trauma to the joint. വീഴ്ച, തിരിഞ്ഞുപോലെ, ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സാധാരണയായിട്ട് സ്ട്രെയിനുള്ള കാരണങ്ങൾ. These types of injury may cause joint to move out of its normal range of movement. എന്തെങ്കിലും ഇഞ്ചുറി കാരണം നമുക്കൊരു നോർമൽ റേഞ്ച് ഓഫ് മോഷൻ ഉണ്ടല്ലേ, അതിനേക്കാളും കൂടുതലായാലും എന്ത് സംഭവിക്കും? ജോയിന്റ് മൂവ് ചെയ്താൽ ആ ജോയിന്റിലുള്ള ലിഗമെന്റ്സിന് ടിയറിങ്ങോ സ്ട്രെച്ചിങ്ങോ ഒക്കെ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു നിരപ്പായ പ്രതലത്തിലൂടെ നടന്നു പോവുകയാണ്. അപ്പൊ നടന്നു പോകുന്ന സമയത്ത് ഒരു കല്ലുണ്ടായിരുന്നു, അവിടെ കല്ലിൽ ചവിട്ടി കാല് പടം മറിഞ്ഞു എന്ന് പറയും. അപ്പൊ അതായത് ഇന്റേണലി റൊട്ടേറ്റഡ് ആവും. അപ്പൊ ഇന്റേണലി റൊട്ടേറ്റഡ് ആവുന്ന സമയത്ത് ആ ലാറ്ററൽ ഭാഗത്തുള്ള ലിഗമെന്റ് എന്ത് ചെയ്യും? ഓവർ സ്ട്രെച്ച് ആവും, അവിടെ ഇഞ്ചുറി ഉണ്ടാവും. Situations that may result in strain include walking or running on uneven surface, twisting or pivoting, suddenly പെട്ടെന്ന് തിരിയുന്നത്, falling and landing on the wrist or hand, വീഴുക, കയ്യിൽ കുത്തി വീഴുക, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്താണ് ഉണ്ടാവുക. പിന്നെ സ്പോർട്സിൽ സംഭവിക്കാം, എന്തെങ്കിലും കോണ്ടാക്ട് സ്പോർട്സിലോ അല്ലെങ്കിൽ റാക്കറ്റ് സ്പോർട്സിലോ പിന്നെ ബാഡ്മിൻ്റൺ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഓവർ സ്ട്രെച്ച് കാരണമുള്ള സ്ട്രെയിന് ഉണ്ടാവാം. Is it clear? And strain may occur suddenly or develop slowly over time. ക്രോണിക്കും അക്യൂട്ടും. പെട്ടെന്ന് ഉണ്ടാവുന്നതിനാണ് അക്യൂട്ട് എന്ന് പറയുക. എന്തായാലും ശരി, കുറച്ച് സമയം എടുത്തിട്ട് സ്ലോലി ഡെവലപ്പ് ചെയ്യുന്നതാണ് ക്രോണിക്. ഇതിന് മുൻപേ നമ്മൾ പറഞ്ഞതാണ്. കോസസ് ഓഫ് അക്യൂട്ട് സ്ട്രെയിൻ ഇൻക്ലൂഡ് ലിഫ്റ്റിംഗ് എ ഹെവി ഒബ്ജക്റ്റ്. സ്ട്രെയിന് ഉണ്ടാവാനുള്ള കാരണം നമുക്ക് പൊന്തിക്കാൻ പറ്റുന്നതിൽ കൂടുതലായിട്ടുള്ള ഹെവി ആയിട്ടുള്ള സംഭവം പൊന്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാം. പിന്നെ റണ്ണിങ്, ജമ്പിങ് ഓർ ത്രോയിങ്, സ്ലിപ്പിംഗ് ഓർ ഫാളിങ്, ഇതിലൊക്കെ എന്തുണ്ടാവാം? അക്യൂട്ട് സ്ട്രെയിൻ ഉണ്ടാവാം. വീണാൽ, എന്തെങ്കിലും എറിയുന്ന സമയത്ത്, ചാടുമ്പോൾ, ഓടുമ്പോൾ ഒക്കെ എന്തുണ്ടാവാം? അക്യൂട്ട് സ്ട്രെയിന് മേ ബി കാരണമാവാം. എപ്പോഴും അല്ല, ഇത് അധികം ഈ സ്ട്രെയിനും ഒക്കെ ഉണ്ടാവുന്നത് ആർക്കാണ്? ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞ ആൾക്കാർക്കാണ്. അതായത് മൊബിലിറ്റി, മൂവ്മെന്റ്സ് ഒക്കെ കുറഞ്ഞ ആൾക്കാർക്കാണ് കൂടുതലും സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുക. അധികം മൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ട്രെയിനും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം അവരുടെ ജോയിൻസിന് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആ ലിഗമെന്റും ടെൻഡൻസും ഒക്കെ എന്തായിരിക്കും? ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഓവർ ആയിട്ടുള്ള സ്ട്രെച്ചൊന്നും മസിലിന് ഇഞ്ചുറി ഉണ്ടാക്കൂല. മനസ്സിലായല്ലോ അല്ലേ? കോസസ് ഓഫ് ക്രോണിക്
strain include playing sports and activities that involve repetitive movement. Repetitive movements ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുക, ക്രോണിക് സ്ട്രെയിൻ ഉണ്ടാവുക. സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പിന്നെ നമ്മളെ ബാഡ്മിൻ്റൺ, ടെന്നീസ് അല്ലെങ്കിൽ ഓട്ടം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ക്രോണിക് സ്ട്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. And sitting or standing in awkward position for prolonged periods can also cause chronic strain. നമ്മൾ സാധാരണ ഇരിക്കുന്ന രീതിയിലല്ലാതെ പല ആൾക്കാരും കാല് മടക്കി വെച്ചിട്ട് പിന്നോട്ട് വെച്ചിട്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ സിറ്റിംഗ് സ്വഭാവം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓക്വേർഡ് പൊസിഷനിൽ നോർമൽ അല്ലാത്ത പൊസിഷൻ ഉണ്ടാവുന്ന സമയത്ത് കുറേ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന സമയത്തും അവർക്കും ക്രോണിക് പെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സ്ട്രെയിനും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, it is important to follow the 4-step RISE protocol for both sprain and strain to reduce the swelling and relieve pressure on the affected area. RISE ആണ് തെറാപ്പിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പ്രെയിനായാലും സ്ട്രെയിനായാലും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സ്വെല്ലിങ് റെഡ്യൂസ് ചെയ്യാനും ആ ഏരിയയിലെ പ്രഷർ റിലീവ് ചെയ്യാനും പെയിൻ റിലീവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. RISE stands for റെസ്റ്റ്, ഐസ്, കംപ്രഷൻ ആൻഡ് എലവേഷൻ. റെസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ പരിപാടിയൊക്കെ നിർത്തിവെച്ച് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക. സ്റ്റോപ്പ് എനി എക്സസൈസ് ഓർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ടു അവോയ്ഡ് പുട്ടിങ് എനി വെയിറ്റ് ഓൺ ദി അഫക്റ്റഡ് ലിംബ് ആൻഡ് അപ്ലൈ ഐസ് ടു ദ ഇഞ്ചുറി ഫോർ അപ് ടു 20 minutes every 2 to 3 hours. ഐസ് അപ്ലൈ ചെയ്യുക. ചൂടല്ല അപ്ലൈ ചെയ്യേണ്ടത്, ഐസാണ് അപ്ലൈ ചെയ്യേണ്ടത്, നോട്ട് ഇറ്റ്. ഓക്കെ, ആൻഡ് people can use bags of frozen vegetables or if they do not have ice packs. എന്തെങ്കിലും ഫ്രോസൺ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ ഏരിയയിൽ വെച്ചാലും എന്താവും, നമുക്ക് അവിടെ തണുപ്പ് കിട്ടും. കംപ്രഷൻ ടു ഹെൽപ്പ് reduce swelling, a person can wrap the affected area with a bandage or a tape. അപ്പം എന്ത് ചെയ്യും, അവിടുത്തെ സ്വെല്ലിംഗ് ഒക്കെ കുറയാനുള്ള സാധ്യത ഉണ്ടാവും. And loosen the wrap if the area gets numb or if the pain increases. പെയിൻ വേദന ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നംനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ആ ഏരിയ ലൂസാക്കി കൊടുക്കുക. എന്തുകൊണ്ടാണ്? ആ നെർവിനും കൂടെ ഇൻവോൾവ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യണം, ലൂസാക്കി കൊടുക്കണം. ആൻഡ് അടുത്തതാണ് എലവേഷൻ. ഇ സ്റ്റാൻഡ്സ് ഫോർ എലവേഷൻ. കീപ് ദ ഇഞ്ചേർഡ് ഏരിയ റൈസ്ഡ് എബോവ് ചെസ്റ്റ് ലെവൽ ഇഫ് പോസിബിൾ. അപ്പോൾ ഒരു ലെഗിലാണ് എങ്കിൽ എബോവ് ദ ചെസ്റ്റ് ലെവൽ ആക്കി വെക്കുക. ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ സച്ച് ആസ് ബ്രൂഫൻ can also help to reduce the pain and swelling. വേദന ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വേദനേൻ്റെ ബ്രൂഫൻ കഴിക്കുക. ഇബുപ്രൂഫൻ എന്ന് പറഞ്ഞ ഒരു മരുന്നൊക്കെ ഉണ്ടല്ലോ, അനാൾജസിക് ആയിട്ടുള്ള, അതൊക്കെ കഴിച്ചാലും മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. നല്ല സിവിയർ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചാലും വേദന കുറയും. റെസ്റ്റ് ആണ് മെയിൻ. റെസ്റ്റ്, ഐസ്, കംപ്രഷൻ ആൻഡ് എലവേഷൻ. സോ ഐ ഹോപ്പ് strain and sprain is clear for all of you. Then now we are going to talk about the osteoarthritis. Okay, എന്താണ് osteoarthritis? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ osteoarthritis എന്നുള്ള വാക്ക്? ആർത്രൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ? ആർത്രോ മീൻസ് ജോയിന്റ്. ആർത്രൈറ്റിസ്, ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. ജോയിന്റിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് ആർത്രൈറ്റിസ് എന്ന് പറയുക. അത് ഏത് ജോയിന്റിലായാലും. ഓസ്റ്റിയോ മീൻസ് ബോൺ. സോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ആർത്രൈറ്റിസ് ആണ്. ആർത്രൈറ്റിസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് ഉണ്ട്, ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഉണ്ട്. അതിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണ് എന്ന് നമ്മൾ നോക്കാം. തേയ്മാനം എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നതുകൊണ്ട് മുട്ടിനുണ്ടാവുന്ന തേയ്മാനം, വേറെ ടയർ ഉണ്ടാവുന്ന വിഷയങ്ങൾ, അതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ആർത്രൈറ്റിസ് എഫക്റ്റിംഗ് മില്യൺസ് ഓഫ് പീപ്പിൾ വേൾഡ് വൈഡ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള അസുഖമാണ്. It occurs when the protective cartilage that cushions the end of the bones wears down over time. നമ്മൾ ജോയിന്റ് പഠിച്ചു, ജോയിന്റ് ബോണിന്റെ അടുത്ത് കാർട്ടിലേജ് ഉണ്ട് അല്ലേ? പിന്നെ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ടൈപ്പ് ഓഫ് ജോയിന്റ് ആണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലങ്ങൾ കഴിയുന്ന സമയത്ത് എന്താവും, ഈ പ്രൊട്ടക്റ്റീവ് കാർട്ടിലേജ്
വീക്കായിട്ട് പോകും, ഇങ്ങനെ യൂസ് ചെയ്ത് തേഞ്ഞു പോകും. അതിനെയാണ് അപ്പോഴാണ് എന്തുണ്ടാവുക, osteoarthritis ഉണ്ടാവുക. Although osteoarthritis can damage any joint, the disorder most commonly affect the joints of hand, knees, hip and spine. ഹിപ്പിലെ, സ്പൈനിലെ, നീസിലൊക്കെയാണ് സാധാരണയായിട്ട് ഈ തേയ്മാനം മൂലം ഉണ്ടാകുന്ന ആർത്രൈറ്റിസ് ഉണ്ടാവുന്നത്. And osteoarthritis can usually be managed, although the damage to the joints can't be reversed. നമുക്ക് ഈ ജോയിൻസിൽ ഉണ്ടാവുന്ന ഡാമേജ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റൂല, മാറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റൂല. കാരണം എന്താ വെച്ചാൽ അത് തേഞ്ഞു പോയിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ മാറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിന്റെ സിംറ്റംസ്, അത് കാരണം ഉണ്ടാകുന്ന വേദന, പിന്നെ ഡിക്രീസ്ഡ് റേഞ്ച് ഓഫ് മോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എങ്ങനെ മാനേജ് ചെയ്യുക? സ്റ്റേയിങ് ആക്റ്റീവ്, മെയിൻറ്റെയിനിങ് എ ഹെൽത്തി വെയിറ്റ് ആൻഡ് റിസീവിങ് സെർട്ടൻ ട്രീറ്റ്മെന്റ് might slow the progression of the disease and help to improve the pain and joint function. ആക്റ്റീവ് ലൈഫ് സ്റ്റൈല്, ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ചില മെഡിസിൻസ് അതിൻ്റെ പ്രോഗ്രഷനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എന്താണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് പറഞ്ഞാൽ? തേയ്മാനം മൂലം ഉണ്ടാകുന്ന ആർത്രൈറ്റിസ് ആണ്. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാ? ഓഫൺ ഡെവലപ്പ് സ്ലോലി, കാരണം എന്താ വെച്ചാൽ തേഞ്ഞു പോകണ്ടേ, അതന്നെ. ആൻഡ് വേഴ്സൺസ് ഓവർ ടൈം, തേഞ്ഞ് കൂടുതൽ പോകുന്നതിനനുസരിച്ച് എന്താവും, അതിൻ്റെ സിംറ്റംസ് വേഴ്സൺ ആവും, മോശമായിക്കൊണ്ടിരിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് പെയിൻ, സ്റ്റിഫ്നെസ്, ടെൻഡർനെസ്, ലോസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി, ഗ്രേറ്റിംഗ് സെൻസേഷൻ, ബോൺ സ്പർ ആൻഡ് സ്വെല്ലിംഗ്. സോ പെയിൻ ആണ് എല്ലാത്തിൻ്റെയും ഒരു മേജർ റീസൺ അല്ലേ. affected joint might hurt during or after movement. നമ്മളൊരു ജോയിന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? പെയിൻ, അല്ലെങ്കിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റഡ് ജോയിന്റിന് പെയിൻ ഉണ്ടാവും, ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ള ജോയിന്റിന്. ദെൻ സ്റ്റിഫ്നെസ് might be most noticeable upon awakening or after being inactive. നമ്മൾ കുറേ സമയം ഇനാക്റ്റീവ് ആയിട്ടുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാൽ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആയിരിക്കും ഈ ജോയിന്റ് സ്റ്റിഫ്നെസ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ആൻഡ് ടെൻഡർനെസ്, joint might feel tender when you apply a light pressure to or near it. നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ എലിസിറ്റ് ചെയ്യുന്ന പെയിൻ ആണ് ടെൻഡർനെസ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ വേറൊരാൾ തൊട്ട്, അല്ലെങ്കിൽ നമ്മളെ കൈകൊണ്ട് ആൾ തൊടുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവാം. ലോസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി, might not be able to move the joint through its full range of motion. നമ്മളെ നീ ജോയിന്റിന്റെ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ, അല്ലെങ്കിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഏത് ജോയിന്റിനാണ് ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്നത്, ആ ജോയിന്റിന്റെ നോർമൽ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ലോസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഗ്രേറ്റിംഗ് സെൻസേഷൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആൾക്കാർ, പ്രായ ആൾക്കാർ മുട്ട് നിർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്, ഒരു ഗ്രേറ്റിംഗ്, പോപ്പിംഗ് ആൻഡ് ക്രാക്ലിംഗ് സൗണ്ട്, അതാണ് ഗ്രേറ്റിംഗ് സെൻസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ആക്ടിവിറ്റി കുറഞ്ഞൊക്കെ ആൾക്കാരാണെങ്കിൽ നിങ്ങളെ കാലിങ്ങനെ നിർത്തിയോ മടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മുട്ടിൻ്റെ മുകളിൽ കൈ വെച്ച് നോക്കിയാൽ you will be able to feel if you are inactive. Then bone spur. These are extra bits of bone which feel like a hard lumps and can form around the affected joint. തേയ്മാനം ഉണ്ടായ ആ ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു ബോണിന്റെ ഒരു സ്പേഴ്സ് ആണ്, ഒരു എക്സ്ട്രാ ബിറ്റ്സ് ഓഫ് ബോൺ, അതും ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. Then swelling, weaker. This might be caused by soft tissue inflammation around the joint. എന്തൊക്കെ കാരണങ്ങളാൽ ഇത് ഉണ്ടാവാം? ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. എന്തൊക്കെ കാരണങ്ങളാൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാവാം? Osteoarthritis occurs when the cartilage that cushions the ends of the bones in the joint gradually deteriorates. ഞാൻ പറഞ്ഞു, രണ്ട് ബോണിന്റെയും ഇടയിൽ എന്തുണ്ട്? കാർട്ടിലേജ് ഉണ്ട്. ആ കാർട്ടിലേജ് എന്ത് ചെയ്യും? അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ സ്മൂത്ത് ആക്കും. അതേപോലെ സൈനോവിയൽ ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട് എന്ന് പറയില്ലേ. അപ്പൊ ഇതിങ്ങനെ ആയി തേഞ്ഞ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ പ്രശ്നം, ഓസ്റ്റിയോആർത്രൈറ്റിസ് ഏത് ജോയിന്റിനാണോ എഫക്ട് ചെയ്തത് അതിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരും. എന്താണ് ഈ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ? ഒരു ഫേം സ്ലിപ്പറി ടിഷ്യൂ ആണ്. ദാറ്റ് എനേബിൾ നിയർലി ഫ്രിക്ഷൻലെസ് ജോയിന്റ് മോഷൻ. ബോണും തമ്മിൽ ഹാർഡ് ടിഷ്യൂ ആണ്. അപ്പം എന്ത് ചെയ്യും? അത്
ഫ്രിക്ഷൻ കൂടുതലായിരിക്കും അല്ലേ. അപ്പൊ ഇത് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥിയാണ്. അപ്പൊ എന്താവും, അതിന്റെ ഫ്രിക്ഷൻ കുറയും. പക്ഷെ എന്നാലും അതിന്റെ സൈനോവിയൽ ഫ്ലൂയിഡ് ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണമാണ് എന്തുണ്ടാവുന്നത്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവുന്നത്. Eventually the cartilage wears down completely and bone will rub on bone. പിന്നെ കുറേ കാലം കഴിയുന്ന സമയത്ത് ഇങ്ങനെ തേഞ്ഞ് എന്ത് ചെയ്യും, നമ്മുടെ കാർട്ടിലേജ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് തേഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യും, ബോണിന്റെ മുകളിൽ ഉരയ്ക്കും, മടക്കുകയും നിർത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവുക. അങ്ങനെയുള്ള ആ സമയത്താണ് നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? And osteoarthritis has often been referred to as a wear and tear disease. But besides the breakdown of cartilage, osteoarthritis affects the entire joint. Okay? So, wear and tear കാരണമാണ് ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാവുന്നത്. എന്നാലും യൂസേജ് കാരണമാണ്. എന്നാലും മൊത്തം ജോയിന്റിനെ എഫക്റ്റ് ചെയ്യും. It causes changes in the bone and deterioration of the connective tissue that hold the joint together and attach muscle to the bone. മസിലിനെ ബോണിനോട് അറ്റാച്ച് ചെയ്യുന്ന ആരാണ്? നമ്മളെ ടെൻഡൺ ആണ് അല്ലേ. അതിനൊക്കെ പതുക്കെ അത് എഫക്റ്റ് ചെയ്യും. ഇറ്റ് ഓൾസോ കോസസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ് ലൈനിങ്. അതൊക്കെയാണ് ഇതിന്റെ കോസസ്. എന്തൊക്കെയായിരിക്കും കോംപ്ലിക്കേഷൻസ്? ഇറ്റ്സ് എ ഡീജനറേറ്റീവ് ഡിസീസ് ആണ് ദാറ്റ് വേഴ്സൺസ് ഓവർ ടൈം. സമയം കഴിയുന്നതിനനുസരിച്ച് വേഴ്സൺ ആവുന്നതാണ് ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം. റിസൾട്ടിങ് ഇൻ ക്രോണിക് പെയിൻ, സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ഒരു വേദനയ്ക്ക് അത് കാരണമാകും. ആൻഡ് ജോയിന്റ് പെയിൻ ആൻഡ് സിക്നസ് ക്യാൻ ബിക്കം സിവിയർ ഇനഫ് ടു മേക്ക് ഡെയിലി ടാസ്ക് ഡിഫിക്കൽട്ട്. നമ്മുടെ ദിവസം ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയാസം ഉണ്ടാവും. പിന്നെ എന്താണ്, ഡിപ്രഷൻ ഉണ്ടാവും, വേദന കാരണം സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമ്പോൾ എന്താവും, ഡിപ്രഷൻ ഉണ്ടാവും. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ എപ്പോഴും വേദന എന്ന് ആലോചിച്ച് എന്തായി, ഡിപ്രഷനായി. ഇതൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്. എന്തൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? നമുക്ക് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ മാറ്റാൻ പറ്റുമോ? നിങ്ങളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല. കാൻ ബി റിവേഴ്സ്ഡ്, ബട്ട് ട്രീറ്റ്മെന്റ് ക്യാൻ റെഡ്യൂസ് ദ പെയിൻ ആൻഡ് ഹെൽപ്പ് ടു മൂവ് ബെറ്റർ. മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല, പക്ഷെ എന്നാലും വേദന കുറയ്ക്കാനും സഹായിക്കാനും ഒക്കെ നമുക്ക് പറ്റും. പിന്നെ അതിൻ്റെ വേഴ്സൺ ആവുന്നത് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തൊക്കെയാണ് ചെയ്യാം? മെഡിക്കേഷൻസ് ക്യാൻ ഹെൽപ്പ് ടു റിലീവ് ദ സിംറ്റംസ്, പ്രൈമർലി പെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ലൈക്ക് ഐബുപ്രൂഫിനൊക്കെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾ ഒരിക്കലും കൗണ്ടറിൽ മെഡിസിന് ഫാർമസിയിൽ നിന്നും വാങ്ങി കഴിക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ എപ്പോഴും കഴിക്കണം. കാരണം എന്താ വെച്ചാൽ ഏത് മെഡിസിനാണ് നമുക്ക് അലർജി ഉണ്ടാവുമോ എന്താ കഥ അങ്ങനെയൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും അതിന് പ്രോത്സാഹിപ്പിക്കരുത്. ഓക്കെ. ആൻഡ് ഫിസിക്കൽ തെറാപ്പി. Physical therapists can show exercises to strengthen the muscles around the joints and increase the flexibility and reduce pain. ഫിസിയോതെറാപ്പി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിലിറ്റി കൂടും, മസിലിൻ്റെ സ്ട്രെങ്ത് കൂടും. അപ്പം ബോണിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഓവർ പ്രഷറൊക്കെ കുറയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫിസിക്കലി ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് മേജർ ആയിട്ടുള്ള കാര്യം. ആൻഡ് റെഗുലർ ജെന്റിൽ എക്സസൈസ് ദാറ്റ് ഡു ഓൺ, സ്വന്തമായിട്ട് ചെയ്യുന്ന ജെന്റിൽ റെഗുലർ എക്സസൈസസ്, സ്വിമ്മിങ്, നീന്തൽ, നടത്തം ഒക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. മൊബിലിറ്റി ഈസ് ദ മെയിൻ തിങ്. നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ജോയിൻറ്റിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള ടെൻഡൻസും ലിഗമെൻസും ഒക്കെ എന്തായിരിക്കും, മസിൽസും ഒക്കെ സ്ട്രോങ്ങും ഫ്ലെക്സിബിളും ആയിരിക്കും. ദെൻ ഒക്കുപേഷണൽ തെറാപ്പി. എന്താണ് ഒക്കുപേഷണൽ തെറാപ്പി ചെയ്യുന്നത്? ക്യാൻ ഹെൽപ്പ് ഡിസ്കവർ ദ വേസ് ടു ഡു എവറി ഡേ ടാസ്ക് വിതൗട്ട് പുട്ടിങ് എക്സ്ട്രാ സ്ട്രെസ് ഓൺ ഓൾറെഡി പെയിൻഫുൾ ജോയിൻറ്റ്. ഒരു വേദന ഉള്ള ജോയിൻറ്റിൽ എക്സ്ട്രാ പ്രഷർ ഇല്ലാതെ, എക്സ്ട്രാ സ്ട്രെസ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിനെ കൊണ്ട് സാധിക്കും. ഒക്കുപേഷണൽ തെറാപ്പി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട്
ബ്രഷ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കയ്യിലുള്ള ആർത്രൈറ്റിസിന്റെ പ്രശ്നം കാരണം. അപ്പം എന്ത് ചെയ്യുക, അതിന് ഒരു ലാർജ് ഗ്രിപ്പ് കൊടുക്കുക. അപ്പോൾ ഈ ഇത് പിടിക്കാൻ വേണ്ടി പറ്റും. ഇത് ചെറിയ നമ്മളെ ബ്രഷിൻ്റെ ആ ചെറിയത് നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ കൈ ഇങ്ങനെ മടങ്ങുള്ളൂ. അപ്പോൾ ഇങ്ങനെ മടങ്ങുമ്പോൾ ഇതിൽ കൊള്ളുന്ന രീതിയിലുള്ള വലിയ ഗ്രിപ്പുള്ള എന്ത് ചെയ്യുക, സാധാരണ നമ്മളുടെ ടൂത്ത് ബ്രഷിൽ വലിയൊരു ഹാൻഡിൽ പിടിപ്പിച്ചു കൊടുക്കുക. അപ്പം എന്തൊക്കെയും എളുപ്പമായിരിക്കും. ടൂത്ത് ബ്രഷ് വിത്ത് ലാർജ് ഗ്രിപ്പ് കുഡ് മേക്ക് ദ ബ്രഷിംഗ് ടീത്ത് ഈസിയർ ഇഫ് ഹാവിങ് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഇൻ ദ ഹാൻഡ്സ്. നമ്മൾ മുട്ടിനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ബാത്റൂമിലൊക്കെ പോണ സമയത്ത് ഇരുന്നിട്ട് കുളിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന വേദനകളൊക്കെ കുറയും. ഇസ് ഇറ്റ് ക്ലിയർ? സോ മെഡിക്കേഷൻസ്, ഫിസിക്കൽ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ദെൻ ടെൻസ്. ഫിസിയോതെറാപ്പിയിലുള്ള ഒരു ഇലക്ട്രോതെറാപ്പി ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ. ലോ വോൾട്ടേജ് ഇലക്ട്രിക്കൽ കറന്റ് വേദന കുറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഷോർട്ട് ടേം റിലീഫ്. തൽക്കാലം ഒരു റിലീഫ് ഉണ്ടാവും. ഓക്കെ, ഒരു പെർമനന്റ് റിലീഫ് അല്ല അതുകൊണ്ട് ഉണ്ടാവുക. മൊബിലിറ്റി എക്സസൈസും ഒക്കെയാണ് പെർമനന്റ് റിലീഫിന് വേണ്ടി. പെർമനന്റ് റിലീഫ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ വേറെ എന്താ ട്രീറ്റ്മെന്റ്? സർജിക്കൽ ആൻഡ് അതർ പ്രൊസീജിയേഴ്സ്, നീ ഓസ്റ്റിയോട്ടമി, നീ മുട്ടിൻ്റെ ഒരു ഭാഗം, ഒരു ബോണിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുക, ദെൻ റീപ്ലേസ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ കോർട്ടിസോൺ ഇഞ്ചെക്ഷൻസ്, ലൂബ്രിക്കേഷൻ ഇഞ്ചെക്ഷൻസ്, ജോയിന്റിൻ്റെ ഉള്ളിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡൊക്കെ വലിഞ്ഞു പോയി കഴിഞ്ഞാണെങ്കിൽ, അതൊക്കെ വറ്റിപ്പോയി കഴിഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും? ലൂബ്രിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അറിയാലോ ലൂബ്രിക്കൻറ്റിൻ്റെ ഒരു മെഷീനിൽ എന്താ ചെയ്യാന്ന്. അതേപോലെ തന്നെയാണ് ഇവിടെ ഒരു ജോയിന്റിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ചെയ്യുന്നത്. അപ്പം അത് ഇല്ലാതെ ആയാൽ അതിനുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ വേറെ ആർട്ടിഫിഷ്യൽ പുറത്തുനിന്ന് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ദെൻ റീഅലൈനിങ് ദ ബോൺസ്, ജോയിന്റ് റീപ്ലേസ്മെന്റ്. ഇതൊക്കെയാണ് എന്ത് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള ട്രീറ്റ്മെന്റ്. അപ്പം നമ്മൾ ഇന്ന് സ്ട്രെയിൻ എന്താണ്, സ്പ്രെയിൻ എന്താണ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ടോപ്പിക്സുമായിട്ട് മീറ്റ് ചെയ്യാം. സ്റ്റഡി വെൽ. പ്രസൻറ്റേഷൻ ഞാൻ ഫോർവേഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.